ഇന്നത്തെ വീഡിയോയിൽ കേരള എൻട്രൻസിൻ്റെ നമ്മുടെ കീം 2024ൻ്റെ റിസർവേഷൻ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഗവൺമെൻറ് കോണ്ടൽ കോളേജസിൻ്റെ അതായത് എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോളേജസിൻ്റെ ഫീസ് സ്ട്രക്ചറുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ആ ഒരു മാൻഡേറ്ററി റിസർവേഷൻ്റെ ബ്രേക്കപ്പ് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റ് ആണ് 50% സീറ്റുകളും സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അത് യാതൊരു വിധത്തിലുള്ള സംവരണത്തിനും വിധേയമല്ല. ആ ഒരു 50% സീറ്റ്. പിന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS സെക്ഷന് വേണ്ടിയിട്ട് 10% ഉണ്ട്. ഇനി സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് അതിൽ കുറച്ച് സബ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൂടെ വേണ്ടിയിട്ട് 30% ആണ്. അതിൽ ഈഴവിക്ക് 9%, അതുപോലെ തന്നെ മുസ്ലിം 8%, അതർ ബാക്ക്വേർഡ് ഹിന്ദുസിന് 3%, പിന്നെ ലാറ്റിൻ കത്തോലിക്സ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ് 3%, ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിന് 2%, വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിന് 2%, അതുപോലെ തന്നെ കുശവ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിന് 1%, പിന്നെ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസിന് 1%, ആൻഡ് കുടുംബിക്ക് 1% വീതമാണ് വന്നിട്ടുള്ളത്. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബിന് വേണ്ടിയിട്ട് ടോട്ടൽ 10% ആണ് റിസർവേഷൻ. അതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന് 8%, ഷെഡ്യൂൾഡ് ട്രൈബിന് 2% വീതമാണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഗവൺമെന്റൽ കോളേജസിലെ ഫീസ് സ്ട്രക്ചർ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗവൺമെന്റ് എയ്ഡഡ് അതുപോലെ തന്നെ ഓട്ടോണമസ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വർഷം 8,650 രൂപയാണ്. ഇനി ഇത് ട്യൂഷൻ ഫീസ് മാത്രമാണ്. പക്ഷേ ട്യൂഷൻ ഫീസ് കൂടാതെ നിങ്ങളുടെ PTA ഫീസ്, അതുപോലെ തന്നെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ബസ് സർവീസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, അതുപോലെ തന്നെ കോളേജ് ഹോസ്റ്റൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. അപ്പോൾ അതിന് അഡീഷണൽ കുറച്ച് പൈസയും കൂടി ആവും. എന്നിരുന്നാലും ഓവറോൾ പ്രൈവറ്റ് കോളേജിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു റേറ്റ് ഭയങ്കര കുറവാണ്. അപ്പം ഇവിടുത്തെ ഈ ഒരു 8,650 ഫീസ് ട്യൂഷൻ ഫീസ് ആവുന്ന കോളേജസിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ ഇടുക്കിയിലുള്ളത്, പിന്നെ കോഴിക്കോട്, പിന്നെ കണ്ണൂർ, പിന്നെ RIT കോട്ടയം, പിന്നെ ശ്രീകൃഷ്ണപുരം പാലക്കാട്, പിന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ ബാട്ടണിൽ എഞ്ചിനീയറിംഗ് കോളേജ്, ട്രിവാൻഡ്രം CET, പിന്നെ വയനാട് മാനന്തവാടിയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ 8,650 രൂപയാണ്. പിന്നെ ഈ എയ്ഡഡ് മേഖലയിലുള്ള കോളേജുകളിലും ട്യൂഷൻ ഫീസ് ഇനത്തിൽ ഇതാണ് വരുന്നത്. അതായത് നമ്മുടെ MA കോളേജ് കോതമംഗലം, അതുപോലെ തന്നെ NSS പാലക്കാട്, പിന്നെ ഓട്ടോണമസ് എയ്ഡഡ് കോളേജ് ആയിട്ടുള്ള TKM-ലും ഈ ഒരു സെയിം ഫീസ് സ്ട്രക്ചർ തന്നെ. ട്യൂഷൻ ഫീസ് 8,650 ഫീസ് സ്ട്രക്ചറാണ് വരുന്നത്. പക്ഷേ അതർ ഫീസുകൾ അവിടെ തീർച്ചയായിട്ടും വരും. അത് പല കാറ്റഗറിയിലായിട്ട് കോളേജുകാർ മേടിക്കുകയും ചെയ്യും. സോ അത് നിങ്ങൾ ഒന്ന് അവെയർ ആയിക്കൊള്ളുക. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് പിന്നെ ഈ ഒരു കോളേജസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, നമ്മൾ ഈ വായിച്ച കോളേജസിൻ്റെയൊക്കെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, ഇവിടെ അഡ്മിഷൻ കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഫാർമസി കോളേജസിൻ്റെയാണ്. ഫാർമസി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വാർഷിക ഫീസായിട്ട് ട്യൂഷൻ ഫീസായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് 17,370 രൂപയാണ്. ഇനി അതേസമയം സെൽഫ് ഫിനാൻസ് ഫാർമസി കോളേജിൻ്റെ ട്യൂഷൻ ഫീസ് ഇനത്തിൽ 1,36,045 രൂപയും സ്പെഷ്യൽ ഫീസ് 39,771 രൂപയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് അവെയർ ആയിക്കൊള്ളുക. ഇനി ഗവൺമെൻറ് വിഭാഗത്തിൽ 5 കോളേജസാണ് പ്രധാനമായിട്ടും ഗവൺമെൻറ് ഫാർമസി കോളേജസ് ഉള്ളത്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആലപ്പുഴ, കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലകളിലായിട്ടാണ് ഈ ഒരു ഫാർമസി കോളേജുകളുള്ളത്. അവിടുത്തെ ഫീസാണ് ഈ ഒരു 17,370 രൂപ. നേരത്തെ പറഞ്ഞ പോലെ ട്യൂഷൻ ഫീസാണ്. ബാക്കിയുള്ള അതർ ഫീസുകൾ, ഹോസ്റ്റൽ ഫീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫീസ്, അതൊന്നും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസ് ഫാർമസി കോളേജസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 52ഓളം കോളേജസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടുന്ന് തുടങ്ങി, അതായത് കോട്ടയത്ത് തുടങ്ങി താഴേക്ക് വരുമ്പോൾ ഏകദേശം 52 കോളേജസ് ഇവിടെ ഉണ്ട്. 52 കോളേജസ് ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇത്രയും കോളേജസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്. പിന്നെ മോർ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ബൈ.